വില്ലോവുഡ് ജംഗിളിൽ 3 ഉറ്റ സുഹൃത്തുക്കളായ ബെന്നി ദി എലിഫന്റ്, ടോബി ദി റാബിറ്റ്, കാസി ദി ക്രോ എന്നിവർ മനോഹരമായ ഒരു നദിക്ക് സമീപം താമസിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ ടോബിയെ സന്ദർശിക്കാൻ ബെന്നി ഒരു കൊട്ട ചീഞ്ഞ മാമ്പഴം കൊണ്ടുപോവുകയായിരുന്നു. അവൻ പഴയ തടി പാലത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ തകർന്നു. പാലം തകർന്നു. സ്പ്ലാഷ്! മരക്കൊമ്പുകൾ നദിയിലേക്ക് വീഴുകയും ബെന്നി പിന്നിലേക്ക് വീഴുകയും മാമ്പഴങ്ങൾ എല്ലായിടത്തും ഉരുളുകയും ചെയ്തു. ടോബി ചാടിയെഴുന്നേറ്റു, ചെവികൾ കുലുങ്ങി. ഏയ് വേണ്ട! പാലം പോയി. ഇപ്പോൾ നമ്മൾ എങ്ങനെ കടക്കും? കാസി ചിറകുകൾ കുലുക്കി. ഒരു പാലമില്ലാതെ ആർക്കും മറുവശത്തേക്ക് എത്താൻ കഴിയില്ല. ബെന്നി സ്വയം പൊതിഞ്ഞു. അപ്പോൾ നമുക്ക് പുതിയത് നിർമ്മിക്കാം. 3 സുഹൃത്തുക്കളും ജോലിക്ക് പോയി. ബെന്നി തന്റെ ശക്തമായ തുമ്പിക്കൈ ഉപയോഗിച്ച് മരക്കൊമ്പുകൾ ഉയർത്തി. ടോബി അവ സ്ഥാപിക്കാൻ കുഴികൾ കുഴിച്ചു. അവയെ ബന്ധിപ്പിക്കാൻ കാസി മുന്തിരിവള്ളികൾ കൊണ്ടുവന്നു. അവരുടെ ജോലിയെ പ്രശംസിക്കാൻ അവർ പിൻവാങ്ങി. ടോബി പാലത്തിലേക്ക് ചാടിക്രീക്ക്. ക്രാഷ്! എല്ലാം തകർന്നു തരിപ്പണമായി. ബെന്നി നെടുവീർപ്പിട്ടു. ഉഹ്! നിർമ്മാണം ഞാൻ വിചാരിച്ചതിലും ബുദ്ധിമുട്ടാണ്. കാസി ചിറകുകൾ കുലുക്കി. ഒരുപക്ഷേ നമുക്ക് മറ്റൊരു ആശയം ആവശ്യമായി വന്നേക്കാം. നദി താഴേക്ക് മരക്കൊമ്പുകൾ വഹിക്കുന്നത് കണ്ടപ്പോൾ ടോബിയുടെ മൂക്ക് കുലുങ്ങി. നിൽക്കൂ! നമ്മൾ വെള്ളത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനു പകരം അതിൽ പ്രവർത്തിച്ചാൽ എന്തു ചെയ്യും? ബെന്നിയുടെ ചെവികൾ വിറച്ചു. എങ്ങനെ? ടോബി പൊങ്ങിക്കിടക്കുന്ന ഒരു തടി എടുത്തു. നമ്മൾ പൊങ്ങിക്കിടക്കുന്ന ഒരു പാലം നിർമ്മിച്ചാൽ? കാശിയുടെ കണ്ണുകൾ തിളങ്ങി. ഒരു റാഫ്റ്റ് പോലെ. നമുക്ക് തടികൾ ഒരുമിച്ച് കെട്ടാം, നദി നമ്മെ കടന്നുപോകാൻ അനുവദിക്കുക. ആവേശഭരിതരായ അവർക്ക് അവരുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. അവർ ശക്തമായ മരക്കൊമ്പുകൾ കണ്ടെത്തുകയും അവയെ കാട്ടുവൃക്ഷങ്ങളാൽ മുറുക്കിക്കെട്ടുകയും ചെയ്തു. ബെന്നി റാഫ്റ്റിനെ വെള്ളത്തിലേക്ക് തള്ളിയത് നന്നായി പൊങ്ങി. ടോബി ചാടിയെണീറ്റു. ഇത് പ്രവർത്തിക്കുന്നു. കാസി ബെന്നിയുടെ തലയിൽ തട്ടി. ഇപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ ഒരു വഴി വേണം. ബെന്നി ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഒരു മുന്തിരിവള്ളിയെ പിടിച്ച് കരയിൽ നിന്ന് വലിച്ചെടുക്കും. അവൻ ഒരു നീണ്ട കാട്ടുവള്ളിയെ റാഫ്റ്റിനു ചുറ്റും പൊതിഞ്ഞ് ആഴത്തിൽ ശ്വാസം എടുത്തു. ഒരു ശക്തമായ ടഗ്ഗുമായി റാഫ്റ്റ് നദിക്ക് കുറുകെ പറന്നു. 3 സുഹൃത്തുക്കളും അവരുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പരീക്ഷിച്ചു. റാഫ്റ്റ് കുറുകെ നീക്കാൻ ബെന്നി മുന്തിരിവള്ളി വലിച്ചു. ടോബി മരക്കൊമ്പുകൾ മുറുകെ പിടിച്ച് അവ സ്ഥിരമാണെന്ന് ഉറപ്പാക്കി. കാസി മുകളിൽ നിന്ന് മാർഗനിർദ്ദേശം നൽകി പ്രശ്നങ്ങൾക്കായി നോക്കി. അവർ മറുവശത്ത് എത്തിയപ്പോൾ ടോബി ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇത് തികഞ്ഞതാണ്. കാസി അവളുടെ നെഞ്ചു വിറപ്പിച്ചു. കാടുകൾക്ക് ഇത് ഇഷ്ടപ്പെടും. വാക്ക് അതിവേഗം പടർന്നു. താമസിയാതെ എല്ലാ മൃഗങ്ങളും ഒഴുകുന്ന പാലം കാണാൻ വന്നു. കുരങ്ങുകൾ കുതിച്ചുയർന്നു. മാൻ ശ്രദ്ധാപൂർവം കടന്നുപോയി. ദേഷ്യമുള്ള ഒരു മുതല പോലും സമ്മതത്തോടെ തലയാട്ടി. കാസി ചിരിച്ചു. കണ്ടോ? ചിലപ്പോൾ കൂടിനു പുറത്തുള്ള ചിന്തകളിൽ നിന്നാണ് മികച്ച ആശയങ്ങൾ വരുന്നത്. ബെന്നി പുഞ്ചിരിച്ചു. ഒരിക്കലും ഉപേക്ഷിക്കരുത്. ടോബി ചെവികൾ കുലുക്കി. ടീം വർക്ക് എല്ലാം മികച്ചതാക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ കാട് ഒരുമിച്ച് നദി മുറിച്ചുകടക്കുന്നത് 3 സുഹൃത്തുക്കളും സന്തോഷത്തോടെ കണ്ടു. അവരുടെ പുതിയ പാലം ശക്തവും സ്ഥിരവുമായി പൊങ്ങിക്കിടക്കുന്നു. അവസാനം